ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരുത്തിയെക്കുറിച്ചാണ്. ഒന്നാമതായി പരുത്തിയെക്കുറിച്ച് പറയാനുള്ളത്, അറിയപ്പെടുന്നത് കിങ് ഓഫ് ടെക്സ്റ്റൈൽ ഫൈബർ എന്നാണ്. എന്താണ്? കിങ് ഓഫ് ടെക്സ്റ്റൈൽ ഫൈബർ. രണ്ട്, പരുത്തി കൃഷി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ്. സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന നാരുകളാണ് പരുത്തി നാരുകൾ. ഏത് സസ്യമാണ്? പരുത്തിച്ചെടി. പരുത്തിച്ചെടി. അടുത്തത്, പരുത്തി കൃഷിയിൽ ഒന്നാമതായി നിൽക്കുന്ന രാജ്യങ്ങൾ നോക്കാം. ഇതാണ് പരുത്തി കൃഷിയിൽ ഒന്നാമതായ രാജ്യങ്ങൾ. ദക്ഷിണ USA, ഇന്ത്യ, പാകിസ്ഥാൻ, സോവിയറ്റ് യൂണിയൻ, ദക്ഷിണ അമേരിക്ക, ഈജിപ്ത്, ചൈന. അടുത്തത് ഗിന്നിങ് എന്താണെന്ന് നോക്കാം. എന്താണ് ഗിന്നിങ്? ഉണങ്ങിയ പരുത്തി യന്ത്രങ്ങളാൽ കുരു കളയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്. ഉണങ്ങിയ പരുത്തിയിൽ നിന്നും യന്ത്രങ്ങളാൽ കുരു നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഗിന്നിങ്. വേനൽക്കാല വസ്ത്രത്തിന് ഏറ്റവും അനുയോജ്യമായതാണ് പരുത്തി തുണികൾ. പരുത്തി തുണികൾ അറിയപ്പെടുന്ന വിവിധതരം പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമതാണ് ലോങ് ക്ലോത്ത്, രണ്ട് പോപ്ലിൻ, ടിൽ, മസ്ലിൻ, വോയിൽ, ഓർഗണ്ടി. ഏറ്റവും കനം കുറഞ്ഞ പരുത്തി തുണിയുടെ പേരെന്താണ്? വോയിൽ. പരുത്തി തുണികൾക്ക് സാധാരണ തിളക്കമില്ല. എന്നാൽ കാസ്റ്റിക് സോഡ ഉപയോഗിച്ച് പരുത്തി തുണിയിൽ തിളക്കം വരുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മെഴ്സറൈസിങ്. എന്താണ്? മെഴ്സറൈസിങ്. പരുത്തി തുണികളുടെ പ്രത്യേകതകൾ നോക്കാം. 1, വെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് ചുരുങ്ങുന്നു. 2, ചായം പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പരുത്തി തുണികൾ ഇലാസ്റ്റികമല്ല, അതിനാൽ ചുളിവുകൾ വീഴാൻ വളരെ എളുപ്പമാണ്. വായു എളുപ്പത്തിൽ കയറിയിറങ്ങുന്ന വസ്ത്രമാണ് പരുത്തി വസ്ത്രങ്ങൾ. ധരിക്കുമ്പോൾ കുളിർമ അനുഭവപ്പെടുന്ന വസ്ത്രങ്ങളാണ് പരുത്തി വസ്ത്രങ്ങൾ. ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവ് പരുത്തി തുണികൾക്കുണ്ട്. പരുത്തി തുണികൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ടവൽ. ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവ് കൊണ്ട് തന്നെയാണ് ടവലിനായിട്ട് ഏറ്റവും കൂടുതൽ പരുത്തി തുണികൾ ഉപയോഗിക്കുന്നത്. 2, മേശവിരി, കിടക്കവിരി, കർട്ടനുകൾ, ക്യാൻവാസ്, കപ്പൽ പായകൾ. സബ്സ്ക്രൈബ് മൈ ചാനൽ.